ഗുഡ് മോർണിംഗ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. 5 ക്ലാസിഫിക്കേഷൻ ആണ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്. ഇതിൽ ആദ്യത്തെ 3 സൈക്കോളജിക്കലും കൾച്ചറലും സോഷ്യലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്കണോമിക് ഫാക്ടേഴ്സാണ്. എക്കണോമിക് ഫാക്ടറും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. 7 ഫാക്ടേഴ്സാണ് ഈ ക്ലാസിഫിക്കേഷനിലുള്ളത്. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. എക്കണോമിക് ഫാക്ടേഴ്സിൽ ആദ്യത്തേതാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. Entrepreneurship development requires certain basic infrastructure like power, transportation, communication, technical information, etc. ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒരു ബിസിനസ്സിന് ആവശ്യമാണ്. പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് വേണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം, ടെക്നിക്കൽ ഇൻഫർമേഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. ഡെവലപ്ഡ് കൺട്രിയിൽ ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എന്നാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ അത് അവർ സ്വയം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കേണ്ടി വരും. അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓൺട്രപ്രണേഴ്സിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. Financial resources. Finance is the lifeblood of business activities. Capital is required to obtain material, machinery, equipment. ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ് ഈ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ. ഫണ്ടില്ലെങ്കിൽ എക്യുപ്മെൻറ്റും മെഷീനറിയും മെറ്റീരിയൽസ് ഒന്നും കണ്ടെത്താനും വാങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ഫാക്ടർ തന്നെയാണ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്നുള്ളത്. നെക്സ്റ്റ് പോയിൻ്റാണ് availability of materials and know-how. Entrepreneurship is encouraged only if there is an adequate supply of materials and know-how. ആവശ്യത്തിന് റിസോഴ്സസും മെറ്റീരിയൽസും അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഒരു ഓൺട്രപ്രണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ടെക്നിക്കൽ നോ-ഹാവ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയാൽ മാത്രമേ ഇന്നോവേഷനും അല്ലെങ്കിൽ പുതിയ എൻ്റർപ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ അവൈലബിൾ ആവുന്ന സ്ഥലത്തെ ഒരു ഓൺട്രപ്രണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ വളരെ അത്യാവശ്യമാണ് മെറ്റീരിയലിൻ്റെയും നോഹാവിൻ്റെയും ഒക്കെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ലേബർ കണ്ടീഷൻ. ദ ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഈസ് another factor which influences the emergence and growth of entrepreneurship. കൂടുതൽ എണ്ണല്ല, ക്വാണ്ടിറ്റി അല്ല, നല്ല ക്വാളിറ്റി ഉള്ള ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റിയും ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെയും അതേപോലെ എമർജൻസ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെയൊക്കെ അല്ലെങ്കിൽ കമൻസ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ പോസിറ്റീവ്ലി അഫക്റ്റ് ഓൺട്രപ്രണർഷിപ്പ്. നല്ല ക്വാളിറ്റിയുള്ള ലാബേഴ്സ് കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓൺട്രപ്രണറിയൽ ഗ്രോത്തിൽ എക്കണോമിക് ഫാക്ടേഴ്സ് 4 നമ്മൾ പറഞ്ഞത്. 5th പോയിൻ്റാണ് മാർക്കറ്റ്. ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ദെയർ ഓൺ വേസ്. പ്രാക്ടിക്കലി monopoly in a particular product in a market become more influential for entrepreneurship than a competitive market. അതായത് മാർക്കറ്റും അതിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ സൈസൊക്കെ ഒരു ഓൺട്രപ്രണർ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ഓൺട്രപ്രണർക്ക് ഒരു സെല്ലറുള്ള മൊണോപ്പൊളി ആയിരിക്കും കോമ്പറ്റീറ്റീവിനേക്കാൾ താല്പര്യം. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് തോന്നിയ രീതിയിൽ പ്രൈസ് ഇടാനൊക്കെ പറ്റും. അപ്പോൾ മൊണോപ്പൊളിയാണ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനേക്കാൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ഇഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് സപ്പോർട്ട് സിസ്റ്റം. എബിലിറ്റി
initiative and support system include financial and commercial institution, research, training, consultancy services, ancillary industry. ഇതുപോലുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഇപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി ഒന്നും കൂടി ഈസി ആക്കും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്ക് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ, ഇതുപോലെ റിസർച്ചേഴ്സ്, പുതിയ ടെക്നിക്കൽ നോഹാവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ റിസർച്ചേഴ്സിന് പറ്റും. ഇങ്ങനെ ഒരു ബിസിനസ്സിനെ സഹായിക്കാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അത് ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഗവൺമെൻറ് പോളിസി. ദ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ് ഇൻഹിബിറ്റ് ഓർ ഫോസ്റ്റർ എക്കണോമിക്കൽ ഗ്രോത്ത്. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസിഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ലാൻഡ് ആൻഡ് ഫാക്ടറി നീഡ്സ് അറ്റ് കൺസെഷണൽ റേറ്റ്, adequate resources of power, supply of materials and other physical facilities. ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി, അതിൻ്റെ പവറും മെറ്റീരിയൽസും സബ്സിഡീസൊക്കെ, ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസീസും ഒരു ഓൺട്രപ്രണറിൻ്റെ ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എഫക്റ്റ് ചെയ്യാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ്, അതിൽ 5 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതിൽ 5th ആണ് ഇനി പറയാനുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അതിൽ 3 പേഴ്സണാലിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് കമ്പൽഷൻ. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇനീഷ്യേറ്റീവ്സും ഫോർസൈറ്റ്നെസ്സും ഓർഗനൈസിങ് ആൻഡ് മാനേജീരിയൽ കോമ്പിറ്റൻസൊക്കെ ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ പ്രസൻസ് ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. The supply of entrepreneurship in a society is largely influenced by the presence of individuals with initiativeness, foresightness and organizing and managerial competence. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിൽ 3 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റത്തെ ആണ് പേഴ്സണാലിറ്റി. The entrepreneurial personality comprises the person, his skill, styles and motives. ഒരു വ്യക്തിയുടെ സ്കില്ല്, സ്റ്റൈല്, മോട്ടീവ്സ് ഒക്കെ പേഴ്സണാലിറ്റി എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നതാണ്. പേഴ്സണാലിറ്റി നല്ല പേഴ്സണാലിറ്റി ആണെങ്കിൽ അത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ്. അനദർ പേഴ്സണാലിറ്റി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ഓൺട്രപ്രണർഷിപ്പ് ഈസ് ഇൻഡിപെൻഡൻസ്. An entrepreneur works out plans on his own, searches and explores resources and experience, and uses inner urge to make the enterprise a success instead of waiting for suggestion or direction from others. ഒരു ഓൺട്രപ്രണർ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആവുന്നോ അത്രത്തോളം അയാൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, ഓൺട്രപ്രണറിയൽ ഗ്രോത്ത് സാധ്യമാവും എന്നുള്ളതാണ്. അതായത് സ്വന്തം പ്ലാൻ അനുസരിച്ച് റിസോഴ്സസ് സെർച്ച് ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയും എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട്, അതേപോലെ ഇന്നർ പ്രേരണകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓൺട്രപ്രണർക്ക് സക്സസ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ സജഷനും അതേപോലെ ഡയറക്ഷനും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആവുന്നോ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒരു ഓൺട്രപ്രണർ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. അടുത്തത് കമ്പൽഷനാണ്. സെർട്ടൻ കമ്പല്ലിംഗ് റീസൺ ആൾസോ ഫോഴ്സ് ദ പീപ്പിൾ ടു ബിക്കം ഓൺട്രപ്രണേഴ്സ്. ദിസ് ഇൻക്ലൂഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ with the existing job or occupation, to use technical or professional knowledge and skill, put it to ideal fund to use. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കമ്പൽ ചെയ്യും ഒരാളെ ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയിട്ട്. അതും ഒരാളെ ഓൺട്രപ്രണർഷിപ്പ് ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ജോബ്, നിലവിലുള്ള ജോലിയോട് ഉള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ.
ടു യൂസ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല്. സ്വന്തം നോളജും സ്കില്ലൊക്കെ ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഇതൊക്കെ ഒരാളെ, അതേപോലെ പുട്ട് ഐഡൽ ഫണ്ട്, സ്വന്തമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഫണ്ട് യൂസ് ചെയ്യുക. ഇങ്ങനെ പല ഉദ്ദേശം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അയാൾ ഒരു ഓണ്ടർപ്രണർ ആവാൻ നിർബന്ധിതനാവും. അപ്പോൾ അതും ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ഗ്രോത്ത് എന്നുള്ളതിൽ 5 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.